നിന്നിൽ അലിയാൻ. രചന ഹർഷാലക്ഷ്മി. അവതരണം സിദ്ധി. അവളുടെ കൈകളിൽ മൃദുവായി പിടിച്ച് അവൻ അവളെ തനിക്ക് അഭിമുഖമായി നിർത്തി. അവളെക്കുറിച്ചുള്ള ഒരു കാര്യം കേൾക്കണോ നിനക്ക്? അവൾ മിക്കവാറും ദിവസങ്ങളിൽ ഒരാളെ സ്വപ്നം കാണും. അത്യാവശ്യം മോശമായ അനുഭവങ്ങളാവും ആ സ്വപ്നത്തിൽ. എന്നിട്ടും അതോർത്ത് കരയും. ആള് കുറച്ച് സൈക്കോ ആണ്, അവൻ തമാശയായി പറഞ്ഞു. അത് കേട്ട് അവളുടെ ശ്വാസം കനത്തു. കണ്ണുകൾ നനഞ്ഞു. എന്തുകൊണ്ടെന്ന് അവൾക്കറിയില്ല. നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ? എങ്കിൽ അവളുടെ പേരിന്റെ ആദ്യാക്ഷരം ഞാൻ പറയാം. പക്ഷേ അവളെ അമ്പരിപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, എന്റെ പെണ്ണിന്റെ പേരിന്റെ ആദ്യാക്ഷരം വൈ ആണ്. അവളുടെ ഉള്ളിൽ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ആവേശവും ഒറ്റ നിമിഷം കൊണ്ട് എങ്ങോട്ടോ പറന്നുപോയി. അഗാധമായ സങ്കടം അതിന്റെ സ്ഥാനത്ത് ഇടം പിടിച്ചു. കണ്ണുകൾ യാന്ത്രികമായി നിറഞ്ഞൊഴുകി. ഒരാഴ്ചക്കിടെ ഇത് രണ്ടാം തവണയാണ് ഒരേ വ്യക്തി തന്നെ വേദന സമ്മാനിക്കുന്നത്. അവസരമില്ലാത്തിടത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിൽ അവൾക്ക് ഖേദം തോന്നി. ഒരിഞ്ച് പോലും അനങ്ങാൻ കഴിയാത്ത വിധം അവൾ അവിടെ നിന്നുപോയി. എന്നാൽ മനു അവന്റെ തള്ളവിരലും ചുണ്ടുവിരലും കൊണ്ട് അവളുടെ മുഖം പതിയെ ഉയർത്തി. അവൻ സ്പർശനത്തിൽ അവൾക്ക് പഴയതുപോലെ പ്രണയം തോന്നി. ആ പെൺകുട്ടി നീയാണ് പെണ്ണെ, നീ തന്നെയാണ് വൈ. വൈ മീൻസ് യു. നീ മാത്രം. അവന്റെ മൃദുവായ സ്വരം അവളുടെ കാതുകൾ മുഴങ്ങി. അവൾ ആ വാക്കുകൾ വിശ്വസിക്കാനാകാം വിധം മറ്റൊരു മായാലോകത്താണ്. ഞാൻ നിന്നെ കണ്ടുമുട്ടിയ നാൾ മുതൽ നീയാണ് എൻ്റെ പെണ്ണ്. നിന്റെ കണ്ണ് നിറയുന്ന പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല പെണ്ണെ. മനുവേട്ട, നിങ്ങൾ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും കീഴടക്കുന്ന രീതി എന്നെയും കുഴപ്പത്തിലാക്കി. അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നില്ല. കണ്ട നാൾ മുതൽ മനസ്സിലെവിടെയോ ഒരു സ്ഥാനം മനുവേട്ടൻ ഞാൻ തന്നു തുടങ്ങിയിരുന്നു. അവൾ മൊഴിഞ്ഞു. എന്നെ ഇഷ്ടമാണോ നിനക്ക്? ഒരുപാട് ഒരുപാട് ഇഷ്ടമാണോ മനുവേട്ട? എൻ്റെ ജീവനേക്കാളേറെ. ലവ് യു മിന്നു. നീ അന്ന് ജിമ്മിൽ വന്ന് പോയ ശേഷം ഞാനൊന്ന് ഉറങ്ങിയിട്ടില്ല. നീ പോയ ശേഷം നിന്നെ വിളിച്ചു, എടുത്തില്ല. പക്ഷെ നിന്റെ അമ്മയെ വിളിച്ചു. നീ വീട്ടിലെത്തിയെന്ന് ഉറപ്പിച്ചിരുന്നു. ഓഹോ, അന്നാ നിങ്ങളാണോ അമ്മയെ വിളിച്ചത്? അതോടെ അമ്മയ്ക്ക് മനസ്സിലായി കാണും നിങ്ങൾക്ക് വേണ്ടിയാ എൻ്റെ കരച്ചിലെന്ന്. അതേ മിന്നു, നടന്നു നോക്കി ഞാൻ അമ്മയോട് പറഞ്ഞു. സത്യത്തിൽ നീ കരയുന്ന കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വേദനിച്ചു. എനിക്ക് അവളെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് പാർവിനോട് ഞാൻ പറഞ്ഞു. പതിയെ എൻ്റെ വീട്ടിലെ കാര്യങ്ങളും അറിയിച്ചു. അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ല. നിന്റെ ചങ്ക് ഫ്രണ്ട്സും എല്ലാവരും ഫാമിലിയും ചേർന്ന് ഒന്നും സംഭവിക്കാത്ത പോലെ നിനക്ക് വേണ്ടി ഈ ഒരു സർപ്രൈസ് പ്ലാൻ ഇട്ടു. അതാണ് നടന്നത്, അവൻ ചമ്മലോടെ പറഞ്ഞു. അവർക്കെല്ലാം എല്ലാ കാര്യവും അറിയാമായിരുന്നു എന്നതിൽ അവൾക്ക് നാണം തോന്നി. അപ്പോ ഈ വിഷ്ണു ആരാ? അത് നിന്റെ പ്രിയപ്പെട്ട അച്ഛൻ്റെ അജ്ഞാതമായ ഒരു കഥാപാത്രം. അവനൊന്ന് ചിരിച്ചു. അവന്റെ കൈകൾ അവളുടെ അരക്കെട്ട് ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങി. തന്നെ വലിഞ്ഞു മുറുക്കിക്കൊണ്ട് അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. അവളുടെ ചുടുശ്വാസം അവന്റെ നെഞ്ചിൽ തട്ടി നിന്നു. കവിളിലേക്ക് പാറി വീണ മുടിയിഴകൾ വകഞ്ഞു മാറ്റി അവൻ ആ കഴുത്തിലൊന്ന് ചുംബിച്ചു. ഇരുവരുടെയും സിരകളിൽ പ്രണയത്തിന്റെ ഗന്ധമുള്ള ചുടുരക്തം ശക്തിയായി ഒഴുകി. ഇത് കണ്ട് പുറത്തെ വാഗമനക്കൊമ്പിൽ രണ്ടിട പ്രാവുകൾ ചേർന്നിരുന്നുകൊണ്ട് കുറുകിക്കൊണ്ടിരുന്നു. 1.5 വർഷങ്ങൾക്കു ശേഷം അലാറത്തിന്റെ ശബ്ദം കാതുകളിൽ പതിച്ചതോടെ മനു കണ്ണുകൾ വലിച്ചു തുറന്നു. തൊട്ടരികെ കിടക്കുന്ന തന്റെ പെണ്ണിനെ കാണുകെ അവന്റെ ചുണ്ടുകളിൽ നാണം കലർന്നൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. അവൾ ഗാഠനിദ്രയിലാണ്. ശരീരമാകെ ബെഡ്ഷീറ്റ് മാത്രം പുതച്ച് നഗ്നയായി അവൻ നേരെ അഭിമുഖമായി കിടക്കുന്നു. കഴിഞ്ഞ രാത്രിയിലെ അവരുടെ പ്രണയത്തെ സൂചിപ്പിച്ചുകൊണ്ട് അവളെ പ്രണയാതുരമായി ഒന്ന് നോക്കിയ ശേഷം അവളുടെ ശിരസിൽ തലോടിക്കൊണ്ട് അവൻ ഫ്രഷ് ആവാനായി ബാത്റൂമിൽ കയറി. മനുവിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു ഭർത്താവെന്ന നിലയിലുള്ള തന്റെ പുതിയ തുടക്കമാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന തന്റെ പെണ്ണിനോടൊപ്പമുള്ള പുതിയ വേഷം. ഫ്രഷായി പുറത്തിറങ്ങിയ ഉടനെ അവന്റെ ഫോൺ ശബ്ദിച്ചു. കോൾ എടുക്കാൻ അവൻ അല്പം മാറി നിന്നു. തിരക്കു പിടിച്ചു നടന്ന വിവാഹമായതുകൊണ്ട് ആകെ ടെൻഷനിലായിരുന്നു എല്ലാവരും. അതിനിടയിൽ ഹണിമൂണിനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തത് കാർത്തിക്കാണ്. എന്തിനു പറയുന്നു, ഇരുവർക്കും പരസ്പരം മതിമറന്ന് സംസാരിക്കാനുള്ള അവസരം പോലും ലഭിച്ചില്ല. വിവാഹത്തിന്റെ ക്ഷീണം മാറും മുൻപേ പിറ്റേന്ന് രാവിലെ തന്നെ അവർ ന്യൂസിലാൻഡിലേക്ക് വിമാനം കയറി. ഇതവർക്ക് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. അവളുടെ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ 1 വർഷം മുഴുവൻ എടുത്തു എന്ന് പറയാം.
അതുകൊണ്ട് അവളുടെ PG കഴിയും വരെ അവനും കാത്തിരിക്കുന്നതാണ്. മിന്നു അപ്പോഴും നല്ല മയക്കത്തിലാണ്. അവൻ അവളുടെ കവളിൽ മൃദുവായി ഒന്ന് ചുംബിച്ചു. അവൾ ഉറക്കത്തിൽ നിന്ന് പതുക്കെ ഒന്ന് ഉണർന്നു. എപ്പോഴും മയക്കം വിട്ട് കണ്ണുകൾ തുറന്നു നോക്കി. മനു അടുത്തു തന്നെ ഉണ്ട്. മോർണിംഗ് മനുവേട്ട, നേരത്തെ എഴുന്നേറ്റോ? മോർണിംഗ് പെണ്ണെ, നേരം എത്രയായെന്ന വിചാരം? എന്നിട്ട് നേരത്തെയാണെന്നോ? അവൻ കളിയായി അവളോട് പറഞ്ഞു. എന്താ മനുവേട്ട, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? പെട്ടെന്ന് എന്തോ ഓർത്ത് അവൾ ദേഹത്തിരുന്ന പുതപ്പ് ഒന്നുകൂടെ ചുറ്റിക്കൊണ്ട് അവളുടെ ശരീരം മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് ധൃതിയിൽ എഴുന്നേറ്റു. അത് കണ്ട് അവൻ കുസൃതിയോടെ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. അതേ പെണ്ണെ, നീയേ ഒരു ആന്റിയാവാൻ പോവാ. മേരിക്ക് വിശേഷമായോ മനുവേട്ട? അതേല്ലോ, ജെറി വിളിച്ചിരുന്നു. താൻ നല്ല ഉറക്കമായിരുന്നു. ആണോ? എനിക്ക് ഒരുപാട് സന്തോഷമായി. എങ്കിൽ നമുക്കും വേണ്ട ഒരു ബേബി, നിന്നെ പോലെയുള്ള ഒരു ബേബി. ഒന്ന് പോ മനുവേട്ട, എനിക്ക് നാണം വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. മെറിക്കും ജെറിനും ഒരു കുഞ്ഞുവാവ് വരവായി. അർജുന്റെയും അനുവിന്റെയും വിവാഹ നിശ്ചയം കഴിഞ്ഞു. അടുത്ത ഡിസംബറിലാണ് അവരുടെ കല്യാണം. വിവേക് അറിയപ്പെട്ടൊരു കലാകാരകനായി. എങ്കിലും വിവാഹമോ പ്രണയമോ ഒന്നും തന്നെ അവന്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നിരുന്നില്ല. കാർത്തിയും ആരവും ബിസിനസ്, തങ്ങളുടെ കരിയർ വികസിപ്പിക്കാനായി തിരക്കിലാണ്. എല്ലാവരും തങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുകയാണിപ്പോൾ. മനുവിന്റെ ഫാഷൻ ഹൗസിന്റെ ഡിസൈനർ മാനേജറാണ് മിന്നു ഇപ്പോൾ. മനുവിന്റെ മറ്റു കമ്പനിയുടെ CEO കൂടിയാണ് അവൾ. ഇനി അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. മനുവിന്റെ പെണ്ണായി അവളും അവളുടെ ജീവന്റെ ജീവനായി അവനും. ഇനി അവരുടെയും കാലമാണ്, തോരാത്ത പ്രണയത്തിന്റെ കാലം. നിന്നിൽ അലിയാൻ ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാ സപ്പോർട്ടിനും എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായം റിവ്യൂ രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് നൽകുക. താങ്ക് യു സോ മച്ച്. ഹായ് ഫ്രണ്ട്സ്, ഇത് സിദ്ധിയാണ്. നിന്നിലലിയാം എന്ന സ്റ്റോറി ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഈ സ്റ്റോറിക്ക് ഇന്നുവരെ നിങ്ങൾ ഓരോരുത്തർ നൽകിയ സപ്പോർട്ടിന് വളരെ നന്ദി. നിങ്ങൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. തുടർന്നുള്ള സ്റ്റോറികളിലും നിങ്ങളുടെ എല്ലാവരെയും വിലയേറിയ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.